നമ്മുടെ ആരോഗ്യ മേഖലയിൽ രണ്ട് സമരങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരം. രണ്ട്, സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം. രണ്ട് സമരത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ഡോക്ടർമാരുടെ സമരം വാർത്തകളിലെങ്കിലും സജീവമാണ്. എന്നാൽ നഴ്സുമാരുടെ സമരത്തിന് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചോ എന്ന സംശയം തന്നെയുണ്ട്. ആവശ്യം വരുമ്പോൾ മാലാഖമാർ എന്ന് സ്നേഹത്തോടെ നമ്മൾ എല്ലാവരും വിളിക്കുമെങ്കിലും അവരുടെ ആവശ്യങ്ങളോട് പക്ഷേ ആ സ്നേഹം നമ്മുടെ അധികൃതരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത. 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. 2018 തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉറപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. നഴ്സുമാർ തന്നെ പറയുന്നു. 2018 ഏപ്രിൽ 23 ഈ കേരളത്തിൽ അവസാനമായി ആശുപത്രി ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചത്. കഴിഞ്ഞ 7 വർഷമായി ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല. 2016 സുപ്രീം കോടതിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയും 40,000 രൂപ നഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളമാക്കണമെന്ന് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ആവശ്യം തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. 5 വർഷമായി ഞങ്ങൾ സമരരംഗത്തുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഈ ശമ്പളം പരിഷ്കരിക്കാൻ സർക്കാർ 2025 ഡിസംബർ 27 ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവരുടെ പത്രക്കാരെ വിളിച്ചുകൊണ്ട് ശമ്പളം പരിഷ്കരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 1 മാസം കൊണ്ട് പരിഷ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും അത് പരിഷ്കരിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിജീവിക്കാൻ 1333 രൂപയാണ് ദിവസവേതനമായി ഞങ്ങൾ ചോദിക്കുന്നത്. അത് കിട്ടിയേ തീരൂ. അതിനുവേണ്ടിയുള്ള സമരം ശക്തമായി തുടരും. സമരം കടുപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. നാളെ മുതൽ സ്വകാര്യ ആശുപത്രികളിൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് അവർ പോകുന്നു. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ കിടക്കുന്ന രോഗികളെ മറ്റ് സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റിയതിനു ശേഷം ലോങ് മാർച്ച് നടത്താനുള്ള തീരുമാനത്തിലുമാണ് നഴ്സുമാർ. അമൽ തേനമർബിൽ വിവരങ്ങൾ നൽകും. അമൽ, ഈ ഉറപ്പുകൾ നൽകിയിട്ട് തന്നെ വർഷങ്ങളായി. ഈ വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ ജീവിത ചെലവ് മറ്റു സാഹചര്യങ്ങളൊക്കെ എത്രത്തോളം മാറിയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ 2 സമരം നടക്കുന്നുണ്ട്. രണ്ടിലും സർക്കാരിൻ്റെ ഒരു നിസ്സംഗത തന്നെയാണ് കാണുന്നത്. ഇത് സ്വകാര്യ ആശുപത്രി ഉടമകൾ കൂടി തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. സർക്കാരിന് ഇടപെടുകയും ചെയ്യാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവഗണന? ദിവിഷ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തെ ആരോഗ്യമേഖല നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ചെറുതല്ല. ഇന്ന് രാവിലെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. ഒ പിയിലൊന്നും ആളുകളില്ല. സാധാരണ നിലയിൽ ഒ പിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ്. ആളുകൾ എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഡോക്ടർമാരാരും ഈ ഒ പിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. മുതിർന്ന ഡോക്ടർമാരാരും വരുന്നില്ല. PG ഡോക്ടർമാരാണ് ഒ പിയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ സ്വകാര്യ ആശുപത്രി തേടി പോവുകയാണ്. അപ്പോഴാണ് നേഴ്സുമാരുടെ സമരം കൂടി ഉണ്ടാകുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സുമാരുടെ സമരം ഇവർ 2018 സർക്കാർ ചില ഉറപ്പുകൾ നൽകിയിരുന്നു. ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. വർഷം കഴിഞ്ഞു പോകുന്നു. ആ സർക്കാർ കഴിഞ്ഞു, അടുത്ത സർക്കാർ വന്നു. ആ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ പോകുമ്പോൾ പോലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഉത്തരവിറങ്ങേണ്ടതുണ്ട്. 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കി ഉത്തരവിറങ്ങിയിട്ടുണ്ട് എങ്കിൽ നൽകാൻ തയ്യാറാണ് എന്ന് ചില മാനേജ്മെന്റുകൾ അറിയിക്കുന്നു. പക്ഷേ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ചെറിയ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം 40,000 രൂപ അടിസ്ഥാന ശമ്പളം നഴ്സുമാർക്ക് നൽകുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം കൂടി പരിഹരിച്ചുകൊണ്ട് സർക്കാർ ഏതു തരത്തിലുള്ള ഇടപെടൽ നടത്തും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ആവശ്യമൊക്കെ ന്യായമാണ് എങ്കിലും ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ആളുകൾ, അതിപ്പോൾ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും സമരം നടത്തുമ്പോൾ ഒരു പരിധിക്കപ്പുറം അത് പോയിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഒരു വികാരം സ്വാഭാവികമായും അവർക്കെതിരെ തിരിയുമെന്നുള്ളതാണ്. KGM-CTയുടെ സമരത്തിലെ ആവശ്യങ്ങളെല്ലാം ന്യായമാണെങ്കിലും ഡോക്ടർമാരുടെ സമരം ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയാണ്. കാരണം രോഗികൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് രോഗികൾക്കും ഈ പറയുന്ന സമരം ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കേണ്ടത് സർക്കാരാണ്. പക്ഷേ ആരോഗ്യവകുപ്പ് സിസ്റ്റം തകരാറിലാണ് എന്ന് പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിൽ ഇതിന് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. അപ്പോൾ ആ പ്രഖ്യാപനത്തിന് മുൻപ്, പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയാൽ മാത്രമേ ഈ സമരം ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാകൂ. മാത്രമല്ല സമരം വിജയിക്കും വരെ തുടരുമെന്നുള്ളതാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 9-ാം തീയതി മുതൽ പൂർണ്ണമായ ബഹിഷ്കരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മുതൽ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സുമാർ മുഴുവനായി പണിമുടക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. 9-ാം തീയതിയോടുകൂടി ഈ സ്വകാര്യ ആശുപത്രിയിലുള്ള രോഗികളെയെല്ലാം മറ്റ് സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റിയതിനു ശേഷം തൃശ്ശൂരിൽ നിന്നും ഒരു ലോങ് മാർച്ചാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സമരം നടക്കുന്നതിന് മുൻപായി സർക്കാരിന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ദിവിഷ്, തീർച്ചയായും അതിവേഗത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമായ ഒരു മേഖലയാണ്. ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ആരോഗ്യമന്ത്രി പറഞ്ഞു കേട്ടു, സ്വകാര്യ മേഖലയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള ഇതിനെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു, അങ്ങനെ ഒരു ലോബി നടക്കുന്നുവെന്നാണ്. ഇതൊക്കെ അങ്ങനെ പറയുമ്പോഴും എന്തുകൊണ്ട് ഇത്തരം സമരങ്ങളിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല? ഏതെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും 40,000 കൊടുക്കുക എന്നത് പ്രായോഗികമായ കാര്യമാണോ എന്ന് വലിയ പ്രശ്നമുണ്ട്. ചെറിയ ആശുപത്രികൾ പ്രതിസന്ധി നേരിടും. പക്ഷേ അതിൽ തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഏതെങ്കിലും വിധത്തിലൊരു സമവായം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് സർക്കാർ ഇടപെടുന്നില്ല എന്ന് വലിയ ചോദ്യമാണ്. ആരോഗ്യമേഖലയാണ്. സമരത്തിന് പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നതാണ്. സാധാരണക്കാരായ മനുഷ്യരാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.